സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. അപ്പോൾ നമ്മളെപ്പോഴും മൈക്കൊന്നും വാങ്ങാനുള്ള പൈസ ആയിക്കില്ല. അപ്പോൾ എന്തായാലും സെറ്റാക്കും പെട്ടെന്ന് തന്നെ. അപ്പോൾ നമ്മളിന്ന് നമ്മളെല്ലാം രണ്ട് പ്രാവുകളെ നമ്മൾ പറത്തിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുഞ്ഞനെ നമ്മൾ ചുറ്റിച്ച് അപ്പോൾ നല്ല ഹൈറ്റ് കയറിയിട്ട് നല്ലൊരു അടിപൊളി പറവ കാണിച്ചിട്ടുണ്ട് കുഞ്ഞെ. അപ്പോൾ ഇന്ന് നമ്മൾ വിടാൻ പോവാണ്. ഇതിപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിക്കാതെ തന്നെ കുറേ വിട്ടിട്ടുണ്ട്. ഇപ്പോൾ നല്ല എക്സ്പീരിയൻസ് ആയിട്ടുണ്ട് പ്രാവിനെ പറഞ്ഞിട്ട്. ഇപ്പോൾ നമ്മൾ കുറച്ച് നൈറ്റിലേക്ക് ഇറക്കി കൊണ്ടുവരികയാണ് പ്രാവിനെ. അപ്പോൾ നമ്മൾ ഇന്ന് രാത്രി വരെ പ്രാവിനെ പറത്തിക്കും. രാത്രി വരെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 6:30 വരുമ്പോൾ ഒരു ഇരുട്ടാവുന്ന സമയം വരെ നമ്മൾ പ്രാവിനെ പറത്തും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലൊക്കെ എടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മളെ പ്രാവിനെ പറത്തുന്ന സമയം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 5 മണിയാണ്. അപ്പോൾ നമുക്കിനി നമ്മളെ പ്രാവുകളൊക്കെ വായ്ക്കൂട്ടിലേക്ക് ഇടാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മളെ പ്രാവ്. അപ്പോൾ ഇതാണ് നമ്മൾ ഡ്രൈവർ പ്രാവായിട്ട് യൂസ് ചെയ്യുന്ന പ്രാവ്. അപ്പോൾ ഇത് നൈറ്റോ വരൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നൈറ്റിലേക്കൊക്കെ കയറ്റി വരുന്നത്. അപ്പോൾ ഇതിനെ നമുക്കിനി അവായ്ക്കോട്ടിലേക്ക് ഇടാം. അപ്പോൾ ഗൈസ്, അടുത്തതായി നമ്മൾ കുഞ്ഞനാണ് പറത്തിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ കുഞ്ഞ്. അപ്പോൾ ഈ കുഞ്ഞനൊരു 3 കള്ളിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ഒരു 3 തൂവല് വെള്ളത്തൂവല് 3 കള്ളിയായിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് അവായ്ക്കൂട്ടിലേക്ക് ഇടാം. അപ്പോൾ ഗൈസ്, ഇനി പ്രായം നമ്മൾ വെള്ളം അടിച്ചു കൊടുക്കണം. അപ്പോൾ ഒരു 12 ml സിറിഞ്ചാണ്. അപ്പോൾ ഈ 12 ml സിറിഞ്ചിൽ ഒരു 5 ml ആണ് നമ്മൾ പ്രാവിന് കൊടുക്കൽ. അപ്പോൾ നമ്മളൊന്ന് വെള്ളം നിറച്ചിട്ട് ഒന്ന് പ്രാവിനെ അടിച്ചു കൊടുക്കുക. അപ്പോൾ ഗൈസ്, നമ്മളൊരു കയ്യബദ്ധം പറ്റിപ്പോയി. നമ്മളെ പറത്തുന്ന വീഡിയോസ് ഒന്ന് ഡിലീറ്റ് ആയിപ്പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ട, ഇപ്പോൾ വിട്ടിട്ടേ ഉള്ളൂ പ്രാവിനെ. അപ്പോൾ കുറേ ക്ലിപ്പൊന്നും പോയില്ല, ഒറ്റ ക്ലിപ്പോ പോയുള്ളൂ. അപ്പോൾ നമ്മളെ പ്രാവിനെ ഇപ്പോൾ വിട്ടിട്ട് ഇപ്പോൾ രണ്ടുപേരും സെറ്റ് പിടിച്ച് പറക്കുന്നുണ്ട്. അപ്പോൾ ഹൈറ്റ് കയറി വരുന്നുണ്ട് പ്രാവ്. ഇപ്പോൾ നമ്മൾ പ്രാവ് കുറച്ചും കൂടി ലോങ് അടിക്കുന്നുണ്ട്. നമ്മളെ കളത്തും തന്നെയല്ല പറക്കുന്നത്. അപ്പോൾ ഇതുവരെ പറത്തിയ എക്സ്പീരിയൻസിൽ പറയാണ്, ഈ നല്ല ഡ്രൈവർ പ്രാവാണ്. അത്യാവശ്യം നല്ലോണം എല്ലാവരെയും കൊണ്ട് പോകുന്നുണ്ട്. നമ്മളെ ഏരിയ മൊത്തം നമ്മളെ മനസ്സിലാപ്പിക്കുന്നുണ്ട് ഡ്രൈവർ പ്രാവ്. ഇപ്പോൾ ഡ്രൈവർ പ്രാവ് നല്ലൊരു പ്രാവിനെ നിങ്ങൾ തിരഞ്ഞെടുക്കാൻ നിൽക്കുക നമ്മളെ കുഞ്ഞന്മാരെപ്പറ്റം വിടുമ്പോൾ. അപ്പോൾ ഇത്രയും നേരം എനിക്ക് സെറ്റാക്കി തന്നത് ഈ ഡ്രൈവർ പ്രാവാണ്. അപ്പോൾ അടിപൊളിയായിട്ട് കുഞ്ഞിനെ പറപ്പിക്കുന്നുണ്ട് ഡ്രൈവർ പ്രാവ്. അപ്പോൾ ഇനി ഇവർ പറക്കട്ടെ, ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇവരെ കാണാം. അപ്പോൾ ഗൈസ്, നമ്മളെ പറക്കുഞ്ഞിനും ഡ്രൈവർ പ്രാവും നല്ല ഹൈറ്റ് കയറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ക്യാമറ കണ്ടാൽ മനസ്സിലാവും, അത്യാവശ്യം നല്ല ഹൈറ്റ് കയറിയിട്ടുണ്ട് നേരത്തെ കാട്ടിലും. അപ്പോൾ നമ്മളെ ഡ്രൈവർ പ്രാവ് നല്ല ഉഷാറിലോടെ പറക്കുന്നത് കൊണ്ട് നമ്മളെ കുഞ്ഞനും പറക്കുന്നുണ്ട് എൻ്റെ കൂടെ. അപ്പോൾ എന്തായാലും ഡ്രൈവർ പ്രാവ് നല്ലോണം ലോങ് അടിപ്പിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്നെന്താണെന്ന് അറിയില്ല, ലോങ് അടിപ്പിക്കുന്നില്ല. സാധാരണ വിടുമ്പോൾ ഡ്രൈവർ പ്രാവ് നല്ലോണം ലോങ്ങും ഉണ്ടാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഇന്ന് കളത്തിൽ തന്നെ പറക്കുന്നുണ്ട് പ്രാവ്. അപ്പോൾ എന്തായാലും ഇവിടെ പറക്കട്ടെ. അപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഗൈസ്, നമ്മളെ പ്രാവിനൊന്നും കാണുന്നില്ല. അപ്പോൾ നമ്മളെ ഡ്രൈവർ പ്രാവ് കുഞ്ഞിനെയും കൊണ്ട് ലോങ് പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും പറത്തിപ്പിക്കുമ്പോൾ ഇങ്ങനെ തന്നെയാണ്, ലോങ് കൊണ്ടുപോകുന്നുണ്ട്, തിരിച്ച് വരലും ഉണ്ട്. അപ്പോൾ ഇന്ന് സമയം വെച്ചിട്ടുണ്ടെങ്കിൽ 5 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ. അപ്പോൾ 5 മിനിറ്റ് കൊണ്ട് ലോങ് അടിച്ചിട്ടുണ്ട് പ്രാവ്. അപ്പോൾ ഗൈസ്, നമ്മളെ പ്രാവ് നമ്മളെ കളത്തിൽ വന്നിട്ടുണ്ട്. അപ്പോൾ പ്രാവ് നല്ല ഹൈറ്റിലാണ്. അപ്പോൾ സൈഡിൽ നമ്മളെ ഒരു പരുന്ത് പറക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനെ കണ്ടിട്ടാണ് പ്രാവ് നല്ല ഹൈറ്റ് കയറിയത്. അപ്പോൾ വീണ്ടും അത് ലോങ് അടിക്കാൻ നിൽക്കുകയാണ്. നിങ്ങൾക്ക് ക്യാമറ കാണൂല, അപ്പോൾ അത്രയും ഹൈറ്റിലാണ്. അപ്പോൾ പ്രാവ് ലോങ് അടിക്കുന്നത് അങ്ങോട്ട് പോയിട്ട്. അപ്പോൾ എന്തായാലും ഇനി തിരിച്ച് വരുമ്പോൾ കാണിക്കുക. അപ്പോൾ ഗൈസ് നമ്മളെ പ്രാവ് അതാ തിരിച്ചു വരുന്ന.
അപ്പോൾ ഇവർ നല്ല ഹൈറ്റിലാണ് ഉള്ളത്. നിങ്ങൾ ക്യാമറയെ കണ്ടാൽ മനസ്സിലാവും, ഒരു ചെറിയൊരു പൊട്ട് പോലെ പറക്കുന്ന. അപ്പോൾ ഇവർ തിരിച്ചു വരുമ്പോൾ നല്ല ഹൈറ്റിലാണ്. അപ്പോൾ ഇനിയിപ്പോൾ വീണ്ടും ലോങ് അടിക്കാൻ പോവും. അപ്പോൾ ഒരു ഇരുടാകുമ്പോഴേക്ക് ഇറങ്ങിത്തരുവാണ് ഒരു പേടി. അപ്പോൾ എന്തായാലും അതാ അങ്ങോട്ട് പോകുന്നുണ്ട് ലോങ് അടിച്ചിട്ട്. അപ്പോൾ നമ്മളെ ഡ്രൈവർ പ്രാവാണ് കൂട്ടിക്കൊണ്ടുപോകുന്നത് ലോങ് അടിക്കാൻ. അപ്പോൾ എന്തായാലും അവരങ്ങോട്ട് പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു വരുമ്പോൾ കാണാം. അപ്പോൾ ഗൈസ് നമ്മളെ പ്രാവ് 44 മിനിറ്റ് പറന്നുണ്ട് നമ്മളെ കുഞ്ഞനെ. അപ്പം ഇനിയും പറക്കും. അപ്പോൾ ഇതുവരെ പറന്നിറങ്ങിയില്ല, ഒരു ഇരുടായി വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരു 3/4 മണിക്കൂർ പറക്കുകയായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇരുടാവുന്നുണ്ട്, അപ്പോൾ നമുക്ക് ലൈറ്റൊക്കെ സെറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് നമ്മളെ ബൾബൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്വിച്ച് ഇട്ടില്ല. അപ്പോൾ സ്വിച്ച് ഇടുന്നത് വെച്ചാൽ കുറച്ചും കൂടി ഇരുടായിട്ട് മാത്രം നമ്മൾ ലൈറ്റ് ഓൺ ആക്കൂ. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ അവിടെ വെച്ചത് ലൈറ്റ്. അപ്പോൾ ഇപ്പോൾ ഒരു ഇരുടായി വരുന്നുള്ളൂ, കൂടുതൽ ഇരുടായില്ല. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ബൾബൊക്കെ വെച്ച് ഒരു ആണിമലാണ്. അപ്പം ആണിമൽ തൂക്കിയിട്ടതാണ്. അപ്പോൾ നമ്മളെ പ്രാവ് ഇതുവരെ നമ്മളെ കളത്തിൽ വന്നില്ല, ലോങ് അടിച്ചതാണ്. ഇതുവരെ നമ്മളെ കളത്തിൽ വന്നില്ല. അപ്പോൾ ഇനി നമ്മളെ കളത്തിലേക്ക് വരുമ്പോൾ കാണിക്കുക. അപ്പോൾ ഇതുവരെ വന്നില്ല. നമ്മൾ ബൾബൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ ഒന്നും നമ്മളെ കളത്തിലില്ലായിരുന്നു. നേരത്തെ പോയതാണ്, ഇതുവരെ വന്നില്ല. അപ്പോൾ സമയം എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 49 മിനിറ്റായി. ഏകദേശം 1 മണിക്കൂർ ആവാൻ നിൽക്കുന്നുണ്ട്. ഒരു 9 മിനിറ്റ് കൂടി, ഒരു 11 മിനിറ്റ് കൂടി ആയാൽ 1 മണിക്കൂറായി. അപ്പോൾ ഇനി പ്രാവ് കളത്തിൽ വരുമ്പോൾ നമ്മൾ കാണിക്കുക. അപ്പോൾ ഗൈസ് ഏതൊരു പ്രാവ് വന്നിട്ടുണ്ട്, ഒറ്റ പ്രാവാണ് വന്നത്. അപ്പോൾ നമ്മളെ പ്രാവാണെന്ന് അറിയില്ല, എന്തായാലും നമ്മളെ കളത്തിലുണ്ട്. അപ്പോൾ ഗൈസ് അത് നമ്മളെ പ്രാവ് തന്നെയാണ്. അപ്പോൾ നമ്മളെ പ്രാവ് ഒറ്റക്കാണ് വരുന്നത്. അപ്പോൾ അത് ഇപ്പോൾ പറക്കുന്ന ഡ്രൈവർ പ്രാവാണ്. അപ്പോൾ കുഞ്ഞിനെ കാണുന്നില്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ഡ്രൈവർ പ്രാവിനെ ഇറക്കാൻ നോക്കുകയാണ്, ലൈറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞ് നമ്മളിൽ നിന്ന് മിസ്സാവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഡ്രൈവർ പ്രാവാണ് ഒറ്റക്ക് നമ്മളെ കളത്തിലേക്ക് വന്നത്. അപ്പോൾ ഇനി ഒരു 10 മിനിറ്റ് കൂടി നോക്കാം കുഞ്ഞ് വരുന്നുണ്ടോയെന്ന്. എന്തായാലും ഡ്രൈവർ പ്രാവ് നല്ല താന്നിട്ട് ഇറങ്ങാൻ പോകുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല താന്നിട്ടാണ് വരുന്ന പ്രാവ്. അപ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ ഇറങ്ങും പ്രാവ്. അപ്പോൾ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഗൈസ് നമ്മളെ പ്രാവ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഡ്രൈവർ പ്രാവ് മാത്രം ഇവിടെ വന്നിട്ടുണ്ട്, നമ്മളെ കുഞ്ഞൻ വന്നില്ല. അപ്പോൾ കുഞ്ഞൻ എവിടെയോ ആയിപ്പോയിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് അറിയില്ല കുഞ്ഞൻ വരാത്തതിൻ്റെ കാരണം. എന്തായാലും നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കട്ടെ, കുഞ്ഞൻ വരികയാണെങ്കിൽ പറയാം. അപ്പോൾ ഗൈസ് നമ്മൾ കുറച്ച് നേരമായി നോക്കുന്നു, ഇതുവരെ ആകാശത്തേക്ക് നോക്കിയിട്ട് ഒരു പ്രാവിനെയും കാണുന്നില്ല. അപ്പം കുറേ കാക്കകൾ പോകുന്നല്ലാതെ നമ്മളെ പ്രാവ് പറക്കുന്നൊന്നുമില്ല. അപ്പോൾ എവിടെയോ കുഞ്ഞനായിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ വരുമെന്നൊന്നും അറിയാൻ പറ്റൂല. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നമ്മൾ വന്ന പ്രാവിന് എന്തായാലും തീറ്റ കൊടുക്കട്ടെ. അപ്പോൾ ഗൈസ് നമ്മളെ വെട്ടുപ്രാവിനൊക്കെ നമ്മൾ ടെറസിൻ്റെ മുകളിലേക്ക് ഇടുകയാണ്. ഇപ്പോൾ 3 വെട്ടുപ്രാവിനെ നമ്മൾ ടെറസിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് പ്രാവിന് തീറ്റ കൊടുക്കുക.
അപ്പോൾ ഗൈസ് നമ്മളെ വായ്ക്കൂട്ടിലുള്ള പ്രാവിനെ നമ്മൾ തീറ്റ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി പറന്നിറങ്ങിയ പ്രാവിനെയും കൂടി നമ്മൾ വായ്ക്കൂട്ടിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് തീറ്റ കൊടുക്കുകയാണ്. അപ്പോൾ ഗൈസ് നമ്മൾ രാവിലെ എണീച്ചിട്ട് വാർപ്പിൻ്റെ മുകളിലിട്ട് നോക്കുമ്പോൾ നമ്മളെ ഇന്നലെ പോയ പ്രാവ് വന്നിട്ടുണ്ട്. അപ്പം പ്രാവ് നല്ല മെമ്മറി ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും തിരിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഓടിൻ്റെ മുകളിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവായ്ക്കൂട്ടിയിൽ ഒരു 3 പ്രാവിനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ അവായ്ക്കൂട്ടിയിലേക്ക് നമ്മൾ തീറ്റ വെച്ച് കൊടുത്തിട്ട് നമ്മളെ കുഞ്ഞിനെ ഇറക്കണോ. അപ്പോൾ ഇന്നലെ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും, ഒരു നല്ല മഞ്ഞുള്ള സമയമാണ്. ഇപ്പോഴും നല്ല മഞ്ഞുണ്ട്. അപ്പോൾ രാവിലെ തന്നെ എണീച്ചിട്ട് പ്രാവ് വന്നുകൊണ്ടാണ് നോക്കിയത്. അപ്പോൾ എന്തായാലും വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി പെട്ടെന്ന് നമ്മൾ തീറ്റ വെച്ച് കൊടുക്കണോ. അപ്പോൾ ഗൈസ് നമ്മളെ വായ്ക്കൂട്ടിലേക്ക് നമ്മളെ പ്രാവ് ഇറങ്ങി തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് നല്ല വിശപ്പുണ്ട് തോന്നുന്നു, നല്ലോണം തിന്നുന്നുണ്ട്. അപ്പോൾ ഇവരെ ഇനി തിന്നോട്ടെ. ഇനി നമുക്ക് അടുത്ത ഒരു പറത്തൽ വീഡിയോയിൽ നമ്മൾ കാണാം. ബൈ.